അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുഫ്രാഉൽ ഇസ്ലാം ഓൺലൈൻ അക്കാദമിക്ക് കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി നമ്മൾ നടത്തിവരുന്ന പഠന കോഴ്സുകളുടെ ഭാഗമായി അസ്മാഉല്ലാഹുൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. 8 ക്ലാസ്സുകൾ നമ്മൾ ഈ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഏതാനും ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നേടുന്ന അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്, ഏറ്റവും നല്ല വിജ്ഞാനം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. അഹ്കാമുൽ ഖുർആൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹം രേഖപ്പെടുത്തിയത് ഫഇന്ന ശറഫൽ ഇൽമി ബിശറഫിൽ മഅലൂം വൽ ബാരി അഷ്റഫുൽ മഅലൂമാത്ത് ഫൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അറിവിൻ്റെ മഹത്വം അറിയപ്പെടുന്നതിൻ്റെ മഹത്വം അനുസരിച്ചാണ്. അൽ ബാരി എന്നതാണ് അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അപ്പോൾ പഠിതാക്കളായ നമ്മളെല്ലാവരും ഏറ്റവും ഗൗരവത്തിൽ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്, അതിന് സമയം കണ്ടെത്തുക എന്നുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളതിനുള്ള ശ്രമത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അള്ളാഹു ആരാണ്, അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച്, റഹ്മാൻ എന്ന നാമത്തെക്കുറിച്ച്, റഹീം എന്ന നാമത്തെക്കുറിച്ചെല്ലാം നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പരിചയപ്പെടുത്തി തന്ന അർ-റാസിഖ് എന്ന നാമമാണ്. അള്ളാഹു റാസിഖാണ് എന്ന മഹത്വമേറിയ നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ഒരുപക്ഷെ നമ്മൾ കേട്ട ആയത്താണ്. അല്ലാഹുല്ലദീ ഖലഖകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവൻ ആരാ? അവൻ ഖാലിഖാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. അള്ളാഹു ഖാലിഖാണ്. അതേപോലെ തന്നെ സുമ്മ റസഖകും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു ആരാണ്? അവൻ റാസിഖാണ്. അവൻ റിസ്ഖ് നൽകുന്നവനാണ്. അവൻ ഉപജീവനം നൽകുന്നവനാണ്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ നമുക്ക് ഉപജീവനം നൽകി. സുമ്മ യുമീതുകും, പിന്നീട് അവൻ നമ്മളെ മരിപ്പിക്കും. അതും ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, ഇതൊക്കെ സത്യമാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അള്ളാഹുവിൻ്റെ ഉപജീവനം അനുഭവിക്കുന്നുണ്ട്. ഉപജീവനം പല രീതിയിലുണ്ട്, നമുക്കത് വിശദീകരിക്കാം. ആ ഉപജീവനം അനുഭവിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സുമ്മ യുമീതുക്കും, പിന്നെ അള്ളാഹു നിങ്ങളെ മരിപ്പിക്കും. ഒരു മരണം നമ്മളെയൊക്കെ കൂടെ ഉണ്ട്. മരണം വിദൂരത്തല്ല, മരണം സമീപത്താണ്. അള്ളാഹു അത് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാവുകളും മരണത്തിന് പിടികൊടുക്കണം. മരിക്കാതെ ഒരാളും ബാക്കിയാവുകയില്ല. എന്നിട്ട് അടുത്ത വാചകം എന്താ? സുമ്മ യുഹ്യീക്കും, ആ മരണത്തിന് ശേഷം പിന്നെ വീണ്ടും അള്ളാഹു നമ്മളെ ജീവിപ്പിക്കും. മനസ്സിലായില്ലേ? നമുക്കൊരു ജീവിതമുണ്ട്, ഒരു മരണമുണ്ട്. ആ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാകുന്ന കാലഘട്ടത്തിൽ നമുക്ക് റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, അവൻ ആരാണ്? അത് അള്ളാഹുവാണ്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും, അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബഇലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. എന്താ അള്ളാഹു പറയുന്നത്? നബിയെ നീ പറയുക, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. ഇവിടെയും എന്ത് മനസ്സിലായി? ഇതിൻ്റെ വിശദീകരണം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ എന്ത് മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റിസ്ക് നൽകുന്നത്. ആ റിസ്ക് നൽകുമ്പോൾ ചില ആളുകൾക്ക് അല്ലാഹു വിശാലത നൽകും, ചില ആളുകൾക്ക് കൂടുതൽ നൽകും, ചില ആളുകൾക്ക് അല്ലാഹു കുടുസമാക്കും. ചെറിയ റിസ്ക് ആയിരിക്കും അല്ലാഹു നൽകുന്നത്. എന്തായാലും ആരാണ് റാസിക്കാരാണ്? റിസ്ക് നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അതാണ് അള്ളാഹുവിൻ്റെ നാമമാണ് റാസിഖ് എന്ന് പറഞ്ഞാൽ. അവനാകുന്നു നമുക്ക് റിസ്ക് നൽകുന്നവൻ. മനുഷ്യന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രമല്ല റിസ്ക് നൽകുന്നത്. അല്ലാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. ഖുർആനിലെ 11-ാം അധ്യായത്തിലെ 6-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ഭൂമിയിൽ യാതൊരു ജന്തുവും അതിൻ്റെ ഉപജീവനം അല്ലാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതെ ഇല്ല. എല്ലാ ജീവജാലങ്ങൾക്കും, അത് മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, എന്താകട്ടെ, ഈ ലോകത്ത് ജീവനുള്ള വസ്തുക്കളായി എന്തൊക്കെയുണ്ട് അതിൻ്റെ എല്ലാം ഉപജീവനം അതാരേറ്റെടുത്തിട്ടുണ്ട്? അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അവൻ അറിയുന്നു. എല്ലാം കൃത്യമായി രേഖയിലുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല അള്ളാഹു റിസ്ക് നൽകുന്നത്, എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ഈ ലോകത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം റിസ്ക് നൽകുന്നവൻ റാസിഖ് അതാരാണ്? അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്കൊരു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റിസ്ക് നമ്മളിലേക്ക് വന്നു ചേരാതെ, നമ്മളത് അനുഭവിക്കാതെ, നമ്മളത് ആസ്വദിക്കാതെ നമ്മുടെ മരണം പിടികൂടുകയില്ല. മനസ്സിലായി? നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു റാസിഖാണ്. എത്ര റിസ്ക്കാണോ, ഏത് അളവിലാണോ അള്ളാഹു നമുക്ക് റിസ്ക് ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭിക്കും. അതിനേക്കാൾ ഒരിക്കലും ലഭിക്കൂല, അതിൽ നിന്ന് കുറഞ്ഞു പോകൂല. മനസ്സിലായോ? ഒരിക്കലും നമ്മുടെ റിസ്ക് കുറയില്ല. പടച്ചവൻ നിശ്ചയിച്ച, അള്ളാഹു നമുക്ക് കണക്കാക്കിയ റിസ്ക് നേടിയെടുക്കാതെ നമ്മൾ ആരും മരിക്കൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫിത്വലബി ഫഇന്ന നഫ്സൻ ലൻ തമൂതു ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇൻ അബ്താ അൻഹാ ഫത്തഖുല്ലാഹ് വഅജ്മിലു ഫിത്വലബി ഖുദൂ മാ ഹല്ല വദഉ മാ ഹറുമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുകയും അവനോട് നന്നായി തേടുകയും ചെയ്യുക, അവനോട് നന്നായി തേടുകയും ചെയ്യുക. ഒരാത്മാവും അതിന് നിശ്ചയിച്ചിട്ടുള്ള വിഭവങ്ങൾ അഥവാ റിസ്ക് പൂർത്തീകരിച്ചിട്ടല്ലാതെ മരണപ്പെടൂല. ഇതാരുടെ വചന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നബി കളവ് പറയോ? ഇല്ല. സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് പൂർത്തിയാകാതെ, ആ റിസ്ക് അനുഭവിക്കാതെ ഒരാളും മരിക്കൂല, ഒരാളും മരിക്കുകയില്ല. അത് പതുക്കെയാണെങ്കിലും അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് അള്ളാഹു ഏത് രീതിയിലാണോ അള്ളാഹു ആ റിസ്ക് നമ്മളിലേക്ക് എത്താൻ ഉദ്ദേശിച്ച് അതേ രീതിയിൽ അതെത്തും. അതെങ്ങനെ നമുക്കറിയില്ല.
അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ അത് നമ്മളിലേക്ക് എത്തും. അപ്പം എന്താ ഈ ഹദീത്തിൻ്റെ ആശയം എന്താ? ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റിസ്ക് പൂർത്തിയാകാതെ നമ്മൾ മരിക്കൂല. മനസ്സിലായില്ലേ? നമ്മൾ മരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീത്തിൽ കാണാം, മരണത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ മരണം നമ്മളെ പിടികൂടൂലേ? മരണം നമ്മളെ പിടികൂടും. എത്ര തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മരണത്തിന് റബ്ബ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷ നേരം മുന്നോട്ടോ പിന്നോട്ടോ പോകൂല. അത് കൃത്യമായ രേഖപ്പെടുത്തിയ ഒന്നാണ് മരണത്തിൻ്റെ സമയം എന്നുള്ളത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റിസ്ക് അനുഭവിക്കാതെ, ആ റിസ്ക് ആസ്വദിക്കാതെ നമ്മൾ മരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൗ അന്ന ബന ആദമ ഹറബ മിൻ റിസ്ഖിഹി കമാ യഹ്റുബു മിനൽ മൗത്ത് ലാ അദ്റകഹു റിസ്ഖഹു കമാ യുദ്രികുഹുൽ മൗത്ത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും മരണം നമ്മളെ പിടികൂടുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും? നിശ്ചയിക്കപ്പെട്ട റിസ്കിനെ കണ്ടെത്താതെ, അത് അനുഭവിക്കാതെ നമ്മൾ മരിക്കുകയില്ല, നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ചില ഹദീത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ പറഞ്ഞു തന്നു. എന്താണ് ആ ആയത്തുകളും ഹദീത്തുകളും നമുക്ക് പറഞ്ഞു തരുന്നത്? ഒന്ന്, അള്ളാഹു റാസിഖാണ്, നമുക്ക് മനസ്സിലായി. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. ആ റിസ്ക് അള്ളാഹു എല്ലാവർക്കും നൽകുന്നുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു എന്ത് നൽകുന്നുണ്ട്? റിസ്ക് നൽകുന്നുണ്ട്. ഇനി റിസ്ക് നൽകുന്ന മേഖലയിൽ വിശ്വാസം സ്വീകരിച്ചവർക്കൊരു റിസ്ക്, വിശ്വാസം സ്വീകരിക്കാത്തവർക്ക് റിസ്ക് നൽകാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊന്നും അവിടെ പരിഗണനയില്ല. വെള്ളം റിസ്ക്കാണ്. വെള്ളം അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല റാസിഖാണ്. അവൻ എല്ലാവർക്കും റിസ്ക് കേൾക്കുന്നവനാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് കേവലം ഭക്ഷണം മാത്രമല്ല. ഉപജീവനം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം മാത്രമാണ്. അള്ളാഹു റാസിഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ പശിയടങ്ങാനുള്ള, നമുക്ക് വിശപ്പ് മാറാനുള്ള റിസ്ക് കേൾക്കുന്നവൻ അള്ളാഹുവാണ്. അത് ശരിയാണ്. അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ. അവനാണ് നമുക്ക് അന്നം നൽകുന്നവൻ. അതിന് സംശയമൊന്നുമില്ല. സസ്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കായ്ക്കനികളിലൂടെ മറ്റുള്ള വിവിധ രീതികൾ, കന്നുകാലികളിലൂടെയൊക്കെ റിസ്ക് ഏകുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ അത് മാത്രമല്ല റിസ്ക്, അത് മാത്രമല്ല റിസ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ യൻഫഉനി. എന്താ ഈ പ്രാർത്ഥന? എന്താ ദുആയിലുള്ളത്? അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി. ഇവിടെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസ്ഖായി ചോദിക്കുന്നത്? അള്ളാഹുവിനോട് റിസ്ഖായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നത് ഇൽമാണ്, അറിവാണ്. അപ്പം എന്ത് മനസ്സിലായി? റിസ്ഖ് എന്ന് പറഞ്ഞാൽ അന്നം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, മറിച്ച് അറിവ് റിസ്ഖാണ്. മനസ്സിലായി? അറിവ് റിസ്ഖാണ്. അതാണ് വർസുഖ്നി ഇൽമൻ യൻഫഉനി. വർസുഖ്നി, നീ എനിക്ക് റിസ്ഖായി നൽകണം. എന്ത്? ഇൽമ്, അറിവിനെ, എങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന അറിവിനെ നീ റിസ്ഖായി നൽകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാണ് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ റാസിഖാണ്, നീ റിസ്ഖ് നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഭക്ഷണത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആവശ്യത ഇൽമാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, പരലോകത്തെക്കുറിച്ചുള്ള അറിവ്, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ്, വിചാരണയെക്കുറിച്ചുള്ള അറിവ്, നമസ്കാരത്തെക്കുറിച്ചുള്ള അറിവ്. ഇതാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ വേണ്ട റിസ്ഖ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റിസ്ഖിന് വേണ്ടി ദുആ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരാകണം? നമ്മൾ അറിവുള്ള ആളുകളാകണം. ആ അറിവ് ലഭിക്കാൻ വേണ്ടി, അറിവാകുന്ന റിസ്ഖ് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയുള്ള റിസ്ഖ് ലഭിച്ചാൽ എന്താ നേട്ടം? നല്ല ഇൽമ് ലഭിച്ചാൽ, നല്ല അറിവ് ലഭിച്ചാൽ, തെളിമയാർന്ന അതേപോലെ തന്നെ കൂർമ്മ ബുദ്ധിയൊക്കെ നമുക്ക് ഉണ്ടായാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പരലോകത്ത് വിജയിക്കാൻ പറ്റും, അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ള ആളുകളാണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക. അതുകൊണ്ട് അറിവാകുന്ന റിസ്ഖ് നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കഥ ഇവിടെ പല പണ്ഡിതന്മാരും പറയാറുണ്ട്.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാണ്, ഒരു അങ്ങാടിയിലേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ ഒരു കച്ചവടക്കാരനും അതേപോലെ തന്നെ മറ്റൊരാളും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് ശ്രദ്ധിച്ചു. എന്താണ് അവരുടെ തർക്കം, എന്തിനാണ് അവർ ശണ്ട കൂടുന്നത്, പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? അപ്പോൾ കച്ചവടക്കാരനായ ആളും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് സാധനം വാങ്ങിയ ഒരാളുണ്ട്. അപ്പോൾ സാധനം വാങ്ങിയ ആൾ പറഞ്ഞു, ഞാൻ ഇയാളെടുത്ത് നിന്ന് ഒരു തത്തയെ വാങ്ങി, ഒരു പക്ഷിയുടെ തത്തനെ വാങ്ങി. ഞാൻ ഈ തത്തയെ വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടക്കാരൻ പറഞ്ഞത് തത്ത 24 മണിക്കൂർ സംസാരിക്കുന്ന 24 മണിക്കൂർ സംസാരിക്കുന്ന ഒരു തത്തയാണിത്. അങ്ങനെ പോരിശ പറഞ്ഞ് മഹത്വം പറഞ്ഞാണ് എന്ത് ചെയ്തത്, ഈ തത്തനെ അദ്ദേഹം വിറ്റത്, എനിക്ക് തന്നത്. ഞാനത് വിശ്വസിച്ചാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ തത്തയുമായി വീട്ടിലെത്തിയപ്പോൾ തത്ത വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. 24 മണിക്കൂർ പോയിട്ട് വളരെ കുറച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തത്ത സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്നെ പറ്റിച്ചതാണ്, ഇദ്ദേഹം ചെയ്തത് ശരിയല്ല, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹം പറയണ്ടായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം ഉപയോഗിച്ച്, അറിവ് ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ അറിവാകുന്ന റിസ്ക് ഉപയോഗിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പോൾ അവരോട് പറഞ്ഞു, അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്നൊരു ചരിത്രം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവ് മരിച്ചു. അവർ വിധവയായി. അങ്ങനെ വിധവയായ സമയത്ത് അവർ ഇദ്ദയിലിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസമായി ഇദ്ദയിലിരിക്കണം, ആ കാലം കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇദ്ദയുടെ കാലയളവിൽ തന്നെ സ്വകാര്യമായിക്കൊണ്ട് ചില ആളുകളൊക്കെ അവരെ വിവാഹം ആലോചിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂജഹം എന്നീ ആളുകളൊക്കെ എന്ത് ചെയ്തു, അവരെ വിവാഹം ആലോചിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദയുടെ കാലം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, അവർ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഇവരൊക്കെ എന്നെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, വഅമ്മാ മുആവിയ നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിവാഹം കഴിക്കേണ്ടതില്ല. മുആവിയ നീ കല്യാണം കഴിക്കേണ്ടത്, മുആവിയയും നീയും തമ്മിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മുആവിയെ നീ കല്യാണം കഴിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അബൂജഹം ആകട്ടെ, അബൂജഹം അദ്ദേഹം എപ്പോഴും എന്തായിരിക്കും, അദ്ദേഹം നിന്റെ ശരീരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വടി, മുഴുവൻ സമയവും നിന്നെ അടിച്ചുകൊണ്ടിരിക്കും. കാരണം വടിയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം എപ്പോഴും അടിക്കാൻ സാധ്യത ഉണ്ട്, എപ്പോഴും അടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നീ എന്ത് ചെയ്യണ്ട, വിവാഹം കഴിക്കണ്ട. എന്നിട്ട് നബി പറഞ്ഞു, ഫൻഖിഹി ഉസാമത്ത് ബിൻ സെയ്ദ്, നീ ഉസാമത്ത് ബിൻ സെയ്ദിനെ വിവാഹം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് അതിന് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഉസാമയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ആ ചരിത്രം. ഈ ചരിത്രം പറഞ്ഞിട്ട് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ പ്രശ്നം വഴക്ക് കൂടുന്ന ശണ്ട കൂടുന്ന ആൾക്കാരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്, അബൂജഹമിനെ വിവാഹം കഴിക്കണ്ട, അബൂജഹം നിന്റെ ശരീരത്തിൽ നിന്ന് വടിയെടുക്കൂല എന്നാ പറഞ്ഞത്. അതൊരു പ്രയോഗമാണ്. അതിനർത്ഥം എപ്പോഴും അടിക്കും എന്നല്ല, അത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്. അതേപോലെയാണ് ഈ കച്ചവടക്കാരൻ എന്തു പറഞ്ഞത്, 24 മണിക്കൂർ സംസാരിക്കണ തത്തയാന്ന് പറഞ്ഞത്. അപ്പം അതൊരു പ്രയോഗമായി മനസ്സിലാക്കാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞെന്താ അറിയോ, അറിവാകുന്ന റിസ്ക് ലഭിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അള്ളാഹിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ അറിവാകുന്ന റിസ്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു റിസ്ക്കാണ് എന്ത്, അള്ളാഹു റാസിഖ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് അറിവ് നൽകുന്നവൻ. അതെന്താണ്, അതൊരു റിസ്ക്കാണ്. അതേപോലെ തന്നെ ഷഹാദത്ത് റിസ്ക്കാണ്. ഷഹീദാകുക അതൊരു റിസ്ക്കാണ്. ഷഹീദാകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന ഒരു റിസ്ക്കാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിനെ എനിക്ക് റിസ്ക്കായി നീ എനിക്ക് നൽകണേന്നാണ്. ഷഹാദത്താകുന്ന റിസ്ക് നീ എനിക്ക് നൽകണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വലിയ കൗതുകം കൂടെ ഉണ്ട്. അടുത്ത വാചകം തരാം, വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, അള്ളാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ ഈ മദീനയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മരണം സംഭവിപ്പിക്കണം, മദീനയിൽ വെച്ച് എനിക്ക് മരിക്കണം.
സാധാരണ ഷഹീദാകുക എങ്ങനെയാ? ഷഹീദാകൽ യുദ്ധത്തിലാണ് ഷഹീദാകുക അല്ലേ? എല്ലാവരും ഷഹീദാകുക യുദ്ധത്തിലാണ്. മദീനയിൽ യുദ്ധമൊന്നുമില്ല, മദീനയിൽ കുഴപ്പമുണ്ടാകുക സാധ്യത വളരെ കുറവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീനയിൽ വെച്ച് എനിക്ക് മരിക്കണം, അവിടെ വെച്ച് എനിക്ക് ഷഹീദാകണം എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രു വന്ന് അദ്ദേഹത്തെ കുത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഷഹീദാകുന്നത് അല്ലേ? അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ? ഷഹാദത്ത് എന്ന് പറയുന്നത്, ഷഹീദാവുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. അത് അള്ളാഹു നൽകുന്ന ഒരു റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചോദിച്ചത്. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല, ഇൽമ് റിസ്ക്കാണ്. അതേപോലെ തന്നെ ഷഹാദത്ത് റിസ്ക്കാണ്, ഈമാനും ഇഖ്ലാസും റിസ്ക്കാണ്, ഹലാലായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. ഇതൊക്കെ റിസ്ക്കായിക്കൊണ്ടാണ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം പ്രത്യേകമായ റിസ്ക് ഉണ്ട്, ആമായ പൊതുവായ റിസ്ക് ഉണ്ട്, പ്രത്യേകമായ റിസ്ക് ഉണ്ട്. എന്താ പ്രത്യേകമായ റിസ്ക്? പൊതുവായ റിസ്ക് എന്താ? അല്ലാഹു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു അല്ലേ? ദുനിയാവിൽ നമ്മളും എല്ലാവരും അനുഭവിക്കുന്ന കുറേ റിസ്ക്കുകളുണ്ട്. എന്നാൽ അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്ന റിസ്ക്കാണെന്ത്? അറിവ്. അതേപോലെ തന്നെ ഷഹാദത്ത്, ഈമാനും ഇഖ്ലാസും അല്ലെ? ഈമാനും ഇഖ്ലാസും എന്നുള്ളത് ഭക്ഷണം നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമാണ്, നമ്മുടെ തടി കൂടാൻ, ആരോഗ്യം ഉണ്ടാവാൻ, ഇതിനൊക്കെ എന്താ ആവശ്യമാണ്? ഇതിന് ഭക്ഷണം ആവശ്യമാണ് അല്ലേ? മനുഷ്യൻ്റെ ശാരീരികമായ വളർച്ചയ്ക്ക്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കുള്ള ആഹാരം എന്താ? അത് ഈമാനാണ്, ഇഖ്ലാസാണ്. അതൊരു റിസ്ക്കാണ്, മനസ്സിലായില്ലേ? അതൊരു റിസ്ക്കാണ്. ആ റിസ്ക് നമുക്ക് ലഭിക്കണം. ആ റിസ്ക് ഏകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു റാസിഖാണ്. ഭക്ഷണം മാത്രമല്ല, ഈമാനികമായ വളർച്ച നൽകേണ്ടവൻ അള്ളാഹുവാണ്, ഇഖ്ലാസ് നൽകേണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ആ റിസ്ക്കെല്ലാം നമ്മൾ ചോദിക്കണം. നമ്മൾ കേവലം പൊതുവായ റിസ്ക് ലഭിക്കുന്ന ആൾക്കാരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. മനസ്സിലായില്ലേ? എല്ലാവർക്കും കിട്ടുന്നൊരു റിസ്ക് അത് മാത്രം കിട്ടി ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. അള്ളാഹു ഖാസായി നൽകുന്ന, പ്രത്യേകമായി നൽകുന്ന റിസ്ക്കുകൾ സ്വന്തമാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിസ്ക് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഫൈദാ ഖുദിയത്തി സ്വലാ, ജുമാ ദിവസം നിങ്ങൾ നിസ്കാരമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫൻതശിറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ലിനെ നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് അള്ളാഹു പറയുന്നത്. എന്തിനാ? റിസ്ക് തേടണം, ഉപജീവനം അന്വേഷിക്കണം. ഭക്ഷണം വെറുതെ കിട്ടൂല, അതിനെന്ത് വേണം? അന്വേഷണം വേണം. അതിനുള്ള വഴികൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമുക്ക് റിസ്ക് ലഭിക്കൂല. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് കുറ്റമില്ല, അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടുന്നതിന് നിങ്ങളുടെ മേൽ കുറ്റമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു പറയുന്നു, ലാ യഖഉദു അഹദുക്കും അൻ തലബി റിസ്ഖി വയഖൂലു അല്ലാഹുമ്മർസുഖ്നി വഖദ് അലിംതു അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. ആകാശത്തിൽ നിന്ന് സ്വർണ്ണവും വെള്ളിയും എന്ത് ചെയ്യില്ല, താഴേക്ക് വരൂല. നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് ചോദിക്കുകയും ആ റിസ്ക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കും വേണം, പണിയെടുക്കും വേണം. മനസ്സിലല്ലേ? ഇപ്പം എത്രയോ സഹോദരികൾ പറയും, ഭർത്താക്കന്മാർ ജോലിക്ക് പോകണില്ല, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് വലിയ കുറ്റമാണ്. വിവാഹം കഴിച്ച ആളുകൾ ആരാകട്ടെ, ഒരു വിവാഹം കഴിച്ചൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ സംരക്ഷിക്കുക, ഭാര്യയെ സംരക്ഷിക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക, അതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ദൗത്യമാണ്. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളാണ്, അത് നമ്മൾ പൂർത്തീകരിക്കണം. അതിനെന്ത് വേണം? ജോലിയെടുക്കണം, മടി കാണിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ജോലിക്ക് പോകേണ്ട ആളുകളാണ്. സ്ത്രീകൾക്കും ജോലിക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ല. സ്ത്രീകൾക്ക് ജോലിയെടുക്കുന്നത് അനുവദനീയമാണ്, ദീനിൽ കുറ്റമാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം? റിസ്ക്കിന് വേണ്ടി നമ്മൾ അന്വേഷിക്കണം. ഉപജീവനമാകുന്ന, ഭക്ഷണമാകുന്ന, സമ്പത്താകുന്ന റിസ്ക്കിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷണം നടത്തണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവിടെ നാം ശ്രദ്ധിക്കണം, നമ്മുടെ റിസ്ക് എന്താകരുത്? നിഷിദ്ധമായ റിസ്ക്കാകാൻ പാടില്ല. മനസ്സിലായോ? നിഷിദ്ധമായ റിസ്ക്കാകാൻ പാടില്ല, ഹലാലായത് മാത്രമായിരിക്കണം. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? ഹലാലായത് എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കാനാണ്, നിഷിദ്ധമായത് എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് തരാനാണ്. അതൊക്കെ നബി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് നേടുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഹറാം ഉണ്ടാകാൻ പാടില്ല, ഹറാമായ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. നിഷിദ്ധമായ സമ്പാദ്യം കൊണ്ട് വളരുന്ന മാംസത്തിന്
ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല എന്നാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഹറാമായ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? വീടുണ്ടാക്കരുത്, ഭക്ഷണം കഴിക്കരുത്, വസ്ത്രം വാങ്ങരുത്, സൗകര്യങ്ങൾ ഒരുക്കരുത്. ഒക്കെ ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമായിരിക്കണം. നിഷിദ്ധമായ സമ്പാദ്യം കൊണ്ട് റിസ്ക് അനുഭവിക്കാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. സ്വഹാബികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മേഖലയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലയദ്ഖുലുൽ ജന്നത ജസദുൻ ഉദിയ ബിൽ ഹറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. നമ്മുടെ റിസ്ക് നിഷിദ്ധമാണ് എങ്കിൽ അല്ലാഹു റാസിഖാണ്, അവൻ നമുക്ക് ഭക്ഷണമേകും. പക്ഷെ നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ ഭക്ഷണം കണ്ടെത്തിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എങ്കിൽ എത്രമാത്രം വേദനാജനകമാണ് നമ്മുടെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം. കാരണം എന്താ? ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും ഒക്കെ അവന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കാണ്. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം ഖേദകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് എന്തായിരിക്കണം? അത് ഹലാലായിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തിപ്പെടുക, നിഷിദ്ധമായത് കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക. നമുക്ക് അല്ലാഹു റിസ്ക്കായി നൽകുന്ന അത് ചിലപ്പോൾ വ്യത്യസ്തമാണ്. ആളുകൾക്ക് ചില ആളുകൾ വലിയ സമ്പന്നരായിരിക്കും, അതൊരു പരീക്ഷണമാകാം ചിലപ്പോൾ അവർക്ക്. ചില ആളുകൾക്ക് കുറവായിരിക്കും, അതിൽ സംതൃപ്തിപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വകന്നഅഹു അല്ലാഹു ബിമാ ആതാഹു. എന്താണ്? ഇസ്ലാം സ്വീകരിച്ചു, അതേപോലെ തന്നെ പശിയടങ്ങാനുള്ള, വിശപ്പ് മാറാനുള്ള റിസ്ക് ലഭിച്ചു, ഉള്ളതിൽ തൃപ്തി കാണിച്ചു. അങ്ങനെയുള്ള ആൾക്കാർ വിജയിച്ചു എന്നാണ്. ആർത്തി അടങ്ങാത്ത മനസ്സ് പാടില്ല. എത്ര കിട്ടിയാലും കൊതി തീരാത്ത മനസ്സിന്റെ ഉടമകളായിരുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെടണം. മനസ്സിലായില്ലേ? ഇത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു അടിസ്ഥാന പാഠമാണ്. നമുക്ക് എന്താണോ റബ്ബ് നമുക്ക് നൽകിയത് അത് മതി, അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റണം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, അല്ലേ? യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാരില്ലേ? ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ആൾക്കാരില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ റിസ്ക്കിനെ കുറിച്ച് എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ സംതൃപ്തിപ്പെടാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അവസ്ഥ എന്താ? ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ റിസ്ക്കിന്റെ മഹത്വം നമുക്കറിയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരൊരിക്കൽ റൊട്ടി ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊടുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എൻ്റെ 3 ദിവസത്തിന് ശേഷമാണ് എൻ്റെ വായിലേക്ക് ഞാൻ ഇങ്ങനെയുള്ളൊരു ഭക്ഷണം ഇടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ആരാ പ്രിയപ്പെട്ടവരെ? ആരാണിത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണം ശരിക്കും കഴിച്ചിട്ട്. വെള്ളം കുടിച്ചിട്ടുണ്ട് നബി, അതേപോലെ തന്നെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കുന്നു, രാത്രി ചപ്പാത്തി തിന്നുന്നു, രാവിലെ നല്ല ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ ഇടയിൽ പിന്നെ കഞ്ഞി കുടിക്കുന്നു. എന്തൊക്കെ ഭക്ഷണമുണ്ട് നമുക്ക്! ഇതൊന്നും ഇല്ലാത്ത ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 2 ദിവസം തുടർച്ചയായി ഗോതമ്പ് റൊട്ടി വയർ നിറച്ചു തിന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 2 ദിവസം തുടർച്ചയായി പിന്നെ ഗോതമ്പ് റൊട്ടി കഴിച്ചിട്ട് വയറ് നിറച്ച അവസ്ഥ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരുടെ? ലോകത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഇനി നിങ്ങൾ പറയും, നമുക്ക് അല്ലാഹു റിസ്ക് നൽകിയിട്ടില്ലേ? എന്ത് സൗകര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? കുറേ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് നമ്മളൊക്കെ വലിയ സൗകര്യങ്ങളിലാണ്. പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ട്, അല്ലെ? ഗവൺമെന്റ് തലത്തിലുണ്ട്, മഹല്ല് തലങ്ങളിലുണ്ട്, സക്കാത്തായിട്ടുണ്ട്, സ്വതക്കയായിട്ടുണ്ട്, അല്ലെ? പല സംവിധാനമുണ്ട് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ പരിഗണിക്കാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു റാസിഖാണ്. ആ റബ്ബ് തരുന്ന റിസ്ക്കിൽ എന്ത് ചെയ്യുക? സംതൃപ്തി അടയാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള ചില വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എണ്ണി പറയാം, വിശദീകരിക്കാൻ സമയമില്ല. വിശദീകരിക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരു ക്ലാസ് എടുക്കണം. ഒന്ന്, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. അതിന് മടി കാണിക്കരുത്. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാം. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറ മിൻ 70 മറ. അല്ലേ? നബി ഒരു ദിവസം 70-ൽ പരം തവണ, വേറെ ഹദീസിലുള്ളത് 100-ലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിരുന്നു. പാപം ചെയ്തിട്ടല്ല,
തെറ്റ് ചെയ്തിട്ടല്ല, പടച്ചോനെ പുറത്തു തരണം, അള്ളാഹുവിലേക്ക് അടുക്കലാണത്. അതുകൊണ്ട് എന്ത് വേണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് റിസ്ഖ് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിലും, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായത്തിലെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിലും അള്ളാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തഖ്വ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വയോടുകൂടെ ജീവിക്കുക. പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് റിസ്ഖ് നൽകും. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമ്മുടെ ജീവിതം ഒന്ന് ശുദ്ധിയുള്ള, തഖ്വയുള്ള, ഭക്തിയുള്ള ജീവിതമാക്കി നോക്കൂ. റബ്ബ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല വഴികളിലൂടെ നമുക്ക് റിസ്ഖ് നൽകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഇത് ഖുർആനിലെ ആയത്താണ്. ഇത് ഏതെങ്കിലും കഥാപുസ്തകത്തിലെ വാചകമല്ല. ഉപരിലോകത്തു നിന്ന്, ആകാശ ലോകത്തു നിന്ന് അള്ളാഹു അവതരിപ്പിച്ച വചനമാണ്. ആ വചനത്തെ അംഗീകരിക്കുന്നവരാ നമ്മൾ. എന്താ അല്ലാഹു പറഞ്ഞത്? വമൻ യത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവനൊരു എളുപ്പം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവൻ അള്ളാഹു ഉപജീവനം നൽകും. പ്രതീക്ഷ ഉണ്ടാകുന്ന സഹോദരങ്ങളെ, ഇത് അള്ളാഹു പറഞ്ഞ വാചകമാണ്. വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായത്തിലെ 2-3 ആയത്തുകളിൽ നമുക്കിത് വായിക്കാൻ സാധിക്കും. അപ്പം എന്താ മനസ്സിലായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു റിസ്ഖ് നൽകും. തവക്കുലാക്കിയാൽ അള്ളാഹു റിസ്ഖ് നൽകും. തവക്കുലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മളെ സംരക്ഷകനായ അള്ളാഹുവാണ്. ഏതെങ്കിലും ജാറങ്ങളിലോ ദർഗകളിലോ മക്കാമുകളിലോ പോയി ഭരമേൽപ്പിക്കേണ്ടവരല്ല നമ്മൾ. നൂലുകളിൽ അഭയം തേടേണ്ടവരല്ല. കറുത്ത ചരട് കെട്ടുന്ന ആളുകളുണ്ട്, അല്ലേ? നൂലൂതി കെട്ടുന്ന ആളുകളുണ്ട്. അതിൽ ഭരമേൽപ്പിക്കുന്ന ആൾക്കാർ. അതൊക്കെ ശിർക്കാണ്, അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. റബ്ബിൽ ഭരമേൽപ്പിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു ത്വയ്റ തഊദു ഹിമാസൻ വതറൂഹു ബിതാന. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷികളെ കണ്ടിട്ടില്ലേ നമ്മൾ? പക്ഷികൾ എങ്ങനെയാ? അവര് കൂട്ടിൽ നിന്ന് രാവിലെ കാലിയായ വയറുമായി അവർ പറക്കുകയാണ്. എന്നിട്ട് അവർ വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരും നിറഞ്ഞ വയറുമായിട്ടാണ്. അതിൻ്റെ കൊക്കിൽ ഭക്ഷണം ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക്. അതേപോലെ നിങ്ങൾ പരിശ്രമിച്ചാൽ, നിങ്ങൾ അധ്വാനിച്ചാൽ റിസ്ക് വിടേണ്ട അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതേപോലെ നിങ്ങൾ തവക്കുലാക്കണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ആരാധനകളിൽ മുഴുകുക, ആരാധനകൾ ചെയ്യണം. നമസ്കാരം, അതേപോലെ തന്നെ ദിക്റുകൾ, സക്കാത്ത് കൊടുക്കാനാണെങ്കിൽ അത്, അങ്ങനെയുള്ള ഹജ്ജ് അടക്കമുള്ള ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് റിസ്ഖ് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹദീസുകൾ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക. കുടുംബ ബന്ധം ചേർത്താൽ റിസ്ഖ് ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യ. മൻ ഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും ദീർഘായുസ് ലഭിക്കാനും ആഗ്രഹിക്കുന്നവർ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അപ്പം എന്ത് വേണം? കുടുംബ ബന്ധം ചേർക്കണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ റിസ്ഖ് ലഭിക്കാനുള്ള വഴിയാണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, അത് റിസ്ഖ് ലഭിക്കാനുള്ള വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് ഞാൻ ഈ വിശദീകരിച്ച ഇനിയും ധാരാളം അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി കാണിക്കുക, അതേപോലെ തന്നെ മതപരമായ അറിവ് നേടുക, ദുർബലരെ സഹായിക്കുക, ഇതൊക്കെ റിസ്ഖ് ലഭിക്കാനുള്ള വഴികളാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ റിസ്ഖ് ലഭിക്കാനുള്ള കുറേ വഴികൾ ഞാൻ എണ്ണി പറഞ്ഞു. അള്ളാഹുവാണ് റാസിഖ് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായൊരു നാമമാണ് അള്ളാഹു റാസിഖാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിനോട് റിസ്ഖ് ചോദിക്കുക. കേവലം ഭക്ഷണം മാത്രമല്ല, ഇൽമാകുന്ന റിസ്ഖ്, അതേപോലെ തന്നെ മറ്റുള്ള നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത റിസ്ഖുകൾ, അതൊക്കെ നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കുക. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്ന, അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും
അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.